കൈമൈ മറന്ന് ഫണ്ട് പിരിവ് വയനാട് ദുരന്ത ബാധിതർക്ക് വസ്തുവും വീടുമൊക്കെ പറഞ്ഞായിരുന്നു യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ മത്സരിച്ചു പിരിച്ചത്. എന്നാൽ UDF കക്ഷികളുടെ പിരിവിൽ അനിശ്ചിതത്വം മാത്രം ബാക്കി. ഈ ദുരന്തമുണ്ടായി ഒരു വർഷം പിന്നിട്ടിട്ടും പിരിവ് മാത്രം, അതിൻ്റെ കണക്കുകളും പിരിവ് എവിടം വരെയായി എന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയാത്ത വിധം ഇങ്ങനെ അനന്തമായി നീളുന്ന ഒരു പിരിവ് ആ നിലയിൽ അത് നിൽക്കുകയാണ്. ക്രമക്കേട് നിറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ഭൂമി വാങ്ങലിന് പിന്നിലെ ഗുട്ടൻസ് രേഖകൾ നിരത്തി കൈരളി ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു. മണ്ഡലങ്ങൾ വഴി യൂത്ത് കോൺഗ്രസ് പിരിച്ചത് 88 ലക്ഷം രൂപയാണ്. കോൺഗ്രസ് പിരിച്ചത് 3,14 ലക്ഷം രൂപ. ഇതൊക്കെ ഇവർ തന്നെ പറഞ്ഞ അക്കങ്ങളാണ്. തുകകൾ കുറഞ്ഞതിൽ പലവിധ കിംവദന്തികൾ ഉണ്ടെങ്കിലും ഞങ്ങളതൊന്നും പറയുന്നില്ല. കണക്ക് വെളിപ്പെടുത്തിയ തുക തന്നെ ദുരന്തബാധിതർക്ക് പ്രയോജനപ്പെട്ടോ? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ യഥാർത്ഥ കണക്കുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിരിച്ചതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സർക്കാരുമായി സഹകരിക്കില്ലെന്ന് കോൺഗ്രസ് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊന്നും പണം നൽകാതെ സർക്കാരിൻ്റെ ഈ പറഞ്ഞ മോഡൽ പദ്ധതിയുമായി സഹകരിക്കാതെ നിൽക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദാംശങ്ങൾ അവതരിപ്പിക്കേണ്ടത് തന്നെയാണ്. ആ പിരിവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംശയങ്ങൾ, അന്വേഷണം, പോലീസ് കേസ് എല്ലാം നിൽക്കുന്ന ഒരു കാലമാണ്. ഉരുൾപൊട്ടലിൻ്റെ ഇരകൾക്കൊക്കെ ടൗൺഷിപ്പ് വഴി പാർപ്പിടം ഉറപ്പിച്ച് സർക്കാർ നീങ്ങുകയാണ്. വീട് വേണ്ടെന്ന് പറഞ്ഞ 87 പേർക്ക് 15 ലക്ഷവും സർക്കാർ നൽകിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ കോൺഗ്രസും ലീഗും ഒക്കെ പിരിച്ച പണമുണ്ട്. ആ പണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നടപടികളുണ്ട്. ഇതേക്കുറിച്ച് വളരെ വ്യക്തതയോടെ സുതാര്യമായി ജനങ്ങളോട് സംസാരിക്കാൻ കഴിയണ്ടേ? മുൻവരിയിൽ പറഞ്ഞതുപോലെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ വെക്കാൻ കഴിയുന്ന സ്ഥിതിക്ക് ഉപതെരഞ്ഞെടുപ്പിന് വഴിമാറ്റിയെന്ന് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ തന്നെ സംസാരം ഉയർന്നിരുന്നു. പലവിധ ചോദ്യങ്ങളും വിമർശനങ്ങളുമൊക്കെ ഉയർന്നിരുന്നു. ഇതിനിടെയാണ് കനകൂലു കുതന്ത്രത്തിൽ പണം നൽകി സോഷ്യൽ മീഡിയയിലെ വ്ളോഗിംഗ് അർമാദിപ്പും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ പുറത്തു വരുന്നത്. ഇതിനൊക്കെ പണമുള്ള കോൺഗ്രസിന് ദുരന്തബാധിതരെ സഹായിക്കാൻ പണമില്ല. അതും ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അവർക്കായി പിരിച്ച പണത്തിന് മുന്നിൽ കൈമലർത്തുകയാണ്. മുമ്പ് മറ്റൊരു കാര്യത്തിനെങ്കിലും കോൺഗ്രസ് നടത്തിയ 137 ചലഞ്ചിലും ആപ്പ് വഴിയുള്ള ഫണ്ട് പിരിവും അനന്തരഫലവും നമ്മുടെ ഓർമ്മ പഥത്തിൽ ഉണ്ട്, മറക്കാറേ ആയിട്ടില്ല.